ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ അച്ചാർ ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അച്ചാറാണ് ഇത് നെയ്ച്ചോറിൻ്റെയൊക്കെയും ബിരിയാണീൻ്റെയൊക്കെയും അടിപൊളി കോമ്പിനേഷനാണ്. നോർമൽ റൈസ് ആയാലും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലെ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല രീതിയിൽ അച്ചാറുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാൽ എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിതാ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് വലിയ ബീട്രൂട്ടാണ്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. ഈ ഒരു അളവിലെടുക്കുക. പിന്നെ വേണ്ടത് ഈ ഒരു സൈസിലുള്ള പുളിയാണ്. പിന്നെ ഇത് ഞാൻ 20 ചെറിയ ഈത്തപ്പഴം എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിലും 2 ടേബിൾ സ്പൂൺ വിനെഗറിലും ഇട്ട് വെച്ചതാണ്. ഇനി പുളിയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇത് എന്തായാലും മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, പക്ഷേ ഇതുപോലെ കട്ട് ചെയ്താൽ വേഗം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വെളുത്തുള്ളി കുറച്ച് വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ കട്ട് ചെയ്താൽ മതി, അത് അധികം പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി ഞാനിവിടെ പൊടിയായിട്ട് അരിയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ ഇതുപോലെ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു മിക്സി എടുത്തിട്ട് ബീട്രൂട്ട് ഫസ്റ്റ് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അരയാൻ കുറച്ച് പാടാണെങ്കിൽ ഇതുപോലെ ആക്കി വെച്ച പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് കണ്ടാൽ ഇതുപോലെ അടിച്ചെടുക്കേണ്ട. നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ടെക്സ്ചറിലാണ് വേണ്ടത്. പുളിവെള്ളം ചേർത്തുകൊണ്ട് കുറച്ച് വെള്ളം സെപ്പറേറ്റ് കാണും, അത് പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഇനി സെയിം മിക്സി എടുത്തിട്ട് അതിലത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണം. പിന്നെ ഇതിലത്തേക്ക് ചേർക്കേണ്ട 5-6 വെളുത്തുള്ളി, പിന്നെ ഇതാ ഇഞ്ചി ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ കുറച്ച് തരി തരിയായിട്ട് കിട്ടിയാൽ മതി. അതും കൂടി നമുക്ക് ആ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കുതിർത്ത് വെച്ച ഈത്തപ്പഴം ഇട്ട് അതും കൂടി അടിച്ചെടുക്കണം. ഇതും കുറേ സമയമായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഈത്തപ്പഴങ്ങൾ വലിയ സൈസാണ് എടുക്കുന്നെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഈത്തപ്പഴം, ബീട്രൂട്ട്, പുളിവെള്ളം എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലത്തേക്ക് ഇതുപോലെ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ 1.5 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കണം. ഉലുവ ചേർക്കുമ്പോൾ കൂടിപ്പോയാൽ കയ്പ്പ് വരും. പിന്നെ ഞാൻ വറ്റൽമുളക് ചേർക്കുമ്പോൾ തിരക്കിലപ്പാട് മുറിക്കാൻ മറന്നുപോയി, അത് ഞാനങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലത്തേക്ക് ഇതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കുക. അതൊന്ന് വഴന്ന് വന്നാൽ ഇതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞളും 3.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഇതാ നമ്മളാക്കി വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള പുളിവെള്ളം ചേർക്കണം. ഞാനിത് കുറച്ച് മാറ്റി വെച്ചിരിക്കാനും, പക്ഷേ പിന്നെ ഞാനത് ഫുള്ള് ചേർത്തേക്ക്. ഇനി ഇതുപോലെ ഈത്തപ്പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ബാക്കിയുള്ള പുളിവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 3/4 കപ്പ് എന്തായാലും വേണം. പിന്നെ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഒരു 1.5 ടീസ്പൂണിൻ്റെ മേലെ എന്തായാലും വേണ്ടി വരും. പിന്നെ ഞാൻ ചേർക്കുന്ന 1/2 കപ്പ് വിനെഗറാണ്. ഇതൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കടുക് പൊട്ടിക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അച്ചാർ ഫുള്ള് ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങളെടുക്കുന്ന പുളിയെല്ലാം നോക്കിയിട്ട് പുളി കൂടുതലാണെങ്കിൽ ഉപ്പിട്ടിട്ട് ബാലൻസ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. അപ്പം ഞാനിത് ഒന്നും കൂടി ചൂടാക്കിയിട്ടാണ് ചേർത്തത്. നിങ്ങളിത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർക്കുന്ന ആ ഒരു ടൈമിൽ ചേർക്കണം. അപ്പോൾ ഇതാ അച്ചാർ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഇത് കല്യാണ വീട്ടിലൊക്കെ സെർവ് ചെയ്യുന്ന അതേപോലെയാണുള്ളത്. ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഇതിന് എരിവും പുളിയും മധുരവും എല്ലാം ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പം എനിക്കൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഇത്രക്കാരം ക്വാണ്ടിറ്റിയിൽ അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.